പറവൂരിൽ വി.ഡി. സതീശൻ ഇത്തവണയും സുരക്ഷിതൻ തന്നെയെന്ന് UDF വിലയിരുത്തൽ. പറവൂർ കോട്ട പിടിക്കാൻ LDF നിയോഗിച്ച E.T. ടൈസൺ ശക്തമായ മത്സരം കാഴ്ചവെച്ചെങ്കിലും അട്ടിമറികളൊന്നും UDF പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ കോൺഗ്രസിൽ നിന്ന് BJPയിലെത്തിയ വത്സല പ്രസന്നകുമാർ സമാഹരിക്കുന്ന വോട്ട് ആർക്ക് എതിരാകുമെന്നാണ് ഇനി അറിയേണ്ടത്. വി.ഡി. സതീശന് അനുകൂലമായ വാഴ്ത്തുപാട്ടുകൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളം കേൾക്കാം. UDFന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ വരെ ക്ലെയിമുണ്ട് വി.ഡി. സതീശന്. എന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് പറവൂരിലാണ്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വി.ഡി. സതീശനാണ്. ഇവിടെ ജയിച്ചു കയറിയിട്ട് വേണം വി.ഡി. സതീശന് പ്രധാന പദവിയിലെത്താൻ. പറവൂർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ വോട്ടർമാർ ആരെ പിന്തുണയ്ക്കുമെന്നറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസം മാത്രം. 25 വർഷത്തോളമായി UDFന്റെ കോട്ടയാണ് പറവൂർ നിയോജക മണ്ഡലം. പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശന്റെ മണ്ഡലമാണ് പറവൂർ. വികസനവും മത്സ്യത്തൊഴിലാളി പ്രശ്നങ്ങളും കുടിവെള്ള പ്രശ്നവും നിലനിൽക്കെ വികസനമുരടിച്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വി.ഡി. സതീശന് ശക്തമായ പോരാളിയായി E.T. ടൈസൺ മാസ്റ്ററാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ വത്സല പ്രസന്നകുമാർ വോട്ട് വിഹിതം ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് NDA. 2001 വരെ CPIയുടെ ശക്തി കേന്ദ്രവും പറവൂർ എന്ന് വി.ഡി. സതീശന്റെ ശക്തി കേന്ദ്രമാണ്. 2001 മുതൽ വി.ഡി. സതീശനിലൂടെ കോൺഗ്രസ് ശക്തി തെളിയിച്ച മണ്ഡലമാണ് പറവൂർ. 2001 മുതൽ തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സതീശനെ ഇത്തവണ എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് എതിരാളികൾ കളത്തിലിറങ്ങുന്നത്. അതേസമയം സാമുദായിക സമവാക്യങ്ങളും മുൻകാലങ്ങളിലെ മികച്ച ഭൂരിപക്ഷവുമാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. എന്നാൽ ഗ്രാമപഞ്ചായത്തുകളുടെ ഇടത് വലത് സ്വാധീനം ഏറെക്കുറെ തുല്യ നിലയിലാണുള്ളത്. അതിനാൽ ഓരോ വോട്ടും ഇവിടെ നിർണായകമാണ്. ഇത് 6ാം തവണയാണ് വി.ഡി. സതീശൻ ജനവിധി തേടുന്നത്. വി.ഡി. സതീശന്റെ ഉരുക്കുകോട്ട തകർക്കാൻ LDF ഇറക്കിയിരിക്കുന്നത് കയ്പമംഗലം മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആയ E.T. ടൈസൺ മാസ്റ്ററെയാണ്. ഇദ്ദേഹത്തിലൂടെ LDF പറവൂർ തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പറവൂരിലെ വോട്ടർമാർ ആരെ പിന്തുണയ്ക്കും, പറവൂർ ആരെ നയിക്കുമെന്നറിയാൻ അടുത്ത തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം. പൊളിച്ചാൽ പൊളിയാത്ത കോട്ടയില്ല. ഉറപ്പിച്ചു നിർത്താൻ കോട്ടയോളം വലിയ പ്രതിരോധവുമില്ല. പറവൂർ കോട്ടയിൽ എന്തെങ്കിലും അടിയൊഴുക്കുകളുണ്ടോ? അതോ ഉലയാത്ത കുലുങ്ങാത്ത പറവൂർ ആണോ മെയ് 4-ന് ശേഷവും ഉണ്ടാകുക? നമുക്ക് കാത്തിരിക്കാം. ക്യാമറമാൻ ടോജോടൊപ്പം അനഘ, മീഡിയ ടൈം.